ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കിന്റെ വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3-4 മാസം മുന്നേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണത്. അപ്പോൾ ഇത്രയും നാളത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം കൊണ്ട് എനിക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ലോസിന് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് മാത്രം എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഡ്രിങ്ക് വയറൊക്കെ നല്ലോണം എന്താ പറയാ ചുരുങ്ങാനായിട്ട്, അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡെലിവറിക്ക് ശേഷം ഈ അടിവയർ എസ്പെഷ്യലി ഈ പോർഷൻ ചാടി കിടന്നുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഹിപ്പും വയറും ആയിരുന്നു എനിക്ക് തീരെ കുറയാണ്ട് നിന്നിരുന്നത്. അതിപ്പോൾ നല്ല രീതിക്ക് തന്നെ വല്ലാണ്ട് ചാടി കിടക്കാണ്ട് കുറയാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്തു. വയറാണെങ്കിലും അതെ. അപ്പോൾ ഈ ഒരു എന്താ പറയാ ഇത്രയും ഡിഫറൻസ് വയറിന്റെ. അപ്പൊ അങ്ങനെ എനിക്ക് നന്നായിട്ട് തോന്നിയത് ഈ ഡ്രിങ്ക് ഞാൻ കഴിച്ചുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പൊ ഈ 3 മാസവും അതുപോലെ തന്നെ അതിന് മുന്നേയും ട്രൈ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തത്. ഓൾറെഡി ചെയ്ത വീഡിയോ ആണ്. പക്ഷെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക അപ്ഡേഷൻ, അതായത് ഇത്രയും നമ്മൾ ചെയ്തതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ ഈ ഡ്രിങ്ക് കുടിച്ചപ്പോൾ ഇത് മാത്രം കുടിച്ചുകൊണ്ട് 7 ദിവസം കൊണ്ട് കുറയ്ക്കാം, 10 ദിവസം കൊണ്ട് കുറയ്ക്കാന്നല്ല കേട്ടോ ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇത്രയും നാൾ, അതായത് സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ പെർമനന്റ് ആയിട്ടാണ് നല്ല രീതിക്ക് തന്നെ ഫ്ലാറ്റ് ആവുന്നത്. നമ്മളിപ്പോൾ 7 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ടൊക്കെ വയർ കുറയുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർമനന്റ് റിസൾട്ട് കിട്ടുക. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും കുറയുന്ന ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ വീണ്ടും നമുക്കത് പഴയതുപോലെയൊക്കെ ആവും. അപ്പോൾ എനിക്ക് തോന്നണത് നല്ല രീതിക്ക് തന്നെ വയറ് ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലൈഫ് ലോങ് കുടിക്കൊന്നുമില്ല. നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് കുടിക്കണോ വേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഞാൻ അങ്ങനെ ആരും നിർബന്ധിക്കണമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിലത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വയറിനും ബോഡിക്കും മാത്രമല്ല എൻ്റെ സ്കിന്നിനും കൂടി നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് കുടിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ വേണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഞാൻ എങ്ങനെയായിരുന്നു ഇത് ചെയ്തിരുന്നത്, അതുപോലെ ഞാൻ എങ്ങനെയാണ് ഇത് കുടിക്കണത്, അതുപോലെ എനിക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ്, അത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം വേണ്ടത് മല്ലിയും നമ്മൾ അവിയലിലൊക്കെ ഇടുന്ന ജീരകമില്ലേ, അതായത് ചെറിയ ജീരകം, സ്മോൾ കുമിൻ, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇത് രണ്ടും മുഴുവൻ മല്ലിയും അതുപോലെ തന്നെ ജീരകമാണ് നമുക്ക് റോ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇത് രണ്ടും ഒരേ അളവിൽ എടുത്തിട്ട് ഇത് നമ്മൾ ഈ ബോട്ടിൽ നിറച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ. അത് കഴിയാറായി. അപ്പൊ എനിക്കിത് കൈപ്പിടിയാണ് കേട്ടോ ഞാൻ ഇടുന്ന ഒരളവ്. അപ്പൊ ഇതിന്റെ ഗുണങ്ങളും ബെനിഫിറ്റും ഒക്കെ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നില്ല. എനിക്കിത് എന്താ പറയാ സ്കിന്നിന് കൂടി നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. മല്ലി ഭയങ്കര നല്ലതാട്ടോ, മല്ലി തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എനിക്ക് സ്യൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ എൻ്റെ ഫേസിലെ കുരുവിനൊക്കെ നല്ലോണം പ്രിവെന്റ്, പിന്നെ ഇത് കുടിച്ചു തുടങ്ങി കുറെ ആയപ്പോഴേക്കും കുരുവൊക്കെ നല്ലോണം, പിന്നെ നല്ലൊരു സ്കിൻ കെയർ റുട്ടീനും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല പിന്നെ ഞാൻ അത്യാവശ്യം ഡയറ്റ് മീൻസ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പൊ ഒരു 2 പിടി വെള്ളം, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിനൊക്കെ കൂടുതലുണ്ട്, 1.5 ഗ്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, 2 കൈപ്പിടി നമ്മുടെ ജീരകം മിക്സ് ഇട്ടു. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇട്ടു. പിന്നെ ഒരു 4 വെളുത്തുള്ളി വേണം, അത് നമ്മൾക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ എങ്ങനെയാ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില എന്ന് പറയുമ്പോൾ ഇത് ഞാൻ അന്തിക്കാട് നിന്ന് കൊണ്ടുവരുന്നത്. അന്തിക്കാട് മീൻസ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. കാരണം ഞാൻ ഇവിടെ മേടിക്കാറില്ല, നമ്മൾ കടയിൽ നിന്ന്, പച്ചക്കറി കടയിൽ നിന്ന് കറിവേപ്പില മേടിക്കാറുമില്ല, അതങ്ങനെ ഉപയോഗിക്കാറുമില്ല. അപ്പൊ ഇത് ചിലപ്പോഴും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. കാരണം അന്തിക്കാട് നിന്ന് കൊണ്ടുവന്നിട്ട് കഴിയും. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങോട്ട് പോക്കില്ലല്ലോ. അപ്പൊ പോകുമ്പോൾ കൊണ്ടുവരും. അപ്പൊ ആ സമയത്ത് ഉള്ളപ്പോൾ ഇടും. ഇതിപ്പോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ എനിക്ക് ലെമൺ സ്യൂട്ടാണ്. എനിക്ക് അങ്ങനെ അസിഡിറ്റി പ്രോബ്ലം, ഗ്യാസ് പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെമണിന്റെ പീലില്ലേ അത് ഇട്ട് കൊടുക്കും. ലെമണിന്റെ തൊണ്ട് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കും. ഇതാണ് എന്റെ മിക്സ് കേട്ടോ. എന്റെ ഒരു എന്താ പറയുക, ഞാൻ ആകെ ഇപ്പൊ കുറെ നാളായിട്ട് കുടിക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് ആണ്. വെയിറ്റ് ലോസിന് അല്ലെങ്കിൽ വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് നേരെ അടുപ്പത്തേക്ക് വെക്കാം. നമ്മുടെ മുട്ടകൾ ഇവിടെ എല്ലാവർക്കും കാലത്ത് മുട്ട പുഴുങ്ങി നമ്മൾ കൊടുക്കും. അപ്പൊ അതങ്ങനെ പുഴുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതേ അടുപ്പത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അടച്ചിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ വല്ലാതെ അങ്ങനെ ചെറിയ തള വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചു നേരം തിളപ്പിക്കുക. അപ്പൊ നമുക്കൊന്ന് വറ്റിയതിന് ശേഷം ഒരു ഗ്ലാസ് ആക്കി, ഇപ്പൊ 1.5 ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്ലാസ് ആക്കി എടുക്കാം. അപ്പൊ അതായത് മാതിരി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കളറായിരിക്കും. അപ്പൊ ഞാനൊരു എന്താ പറയാ ഇളമല്ല, ഒരു നമുക്ക് സഹിക്കാൻ പാകത്തിനുള്ള ഒരു ചൂടിൽ കുടിക്കും. എനിക്ക് അങ്ങനെ ആ ചൂട് ഇഷ്ടമാണ് തൊണ്ടയ്ക്ക്, അതുകൊണ്ടാണ് കേട്ടോ.
ഇപ്പൊ ഞാൻ ചില്ല് ഗ്ലാസ്സിൽ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. എന്റെ ഈ ഒരു സ്റ്റീൽ കപ്പാണ് എന്റെ അളവ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി അതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ദേ നമ്മൾ ആ ലെമൺ നമ്മൾ പിഴിഞ്ഞു വെച്ചില്ലേ ഹാഫ്, അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ചൂടുള്ള വെള്ളം നമ്മളിത് അങ്ങനെ ഒഴിച്ചിട്ട്, അപ്പൊ ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ആ കപ്പിലാണ് ഞാൻ കുടിക്കാറ്, അതുകൊണ്ടാണ്. അപ്പൊ അതാണ് എന്റെ അളവ് കേട്ടോ. അപ്പൊ ആ ഒരു കപ്പിലത്തെ വെള്ളത്തിന്റെ. എനിക്ക് ചൂടുള്ളത് കുടിക്കാം, പക്ഷെ അത് പിടിക്കാൻ പറ്റില്ല, കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ചൂടുള്ള തിളച്ച വെള്ളമൊക്കെ കുടിക്കും, പക്ഷെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഞാൻ കപ്പ് പോലത്തെ പാത്രങ്ങളാണ് ഇപ്പോഴും യൂസ് ചെയ്യുക, അങ്ങനെ ഒരു പിടുത്തമുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കുടിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതാ, ഇത് ഓൾറെഡി എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. നല്ലൊരു ജീരകത്തിൻ്റെ, നമ്മുടെ രസത്തിൻ്റെ മണല്ലേ, ആ മണമാണ് ഈ ഡ്രിങ്കിന് ഉണ്ടാവുക. കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് പേര് ഇത് കുടിച്ചിട്ട് എനിക്ക് നല്ല ഫീഡ്ബാക്കാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കുറച്ച് ദിവസം കുടിച്ചു, നിങ്ങളത് നിർത്തി, പിന്നെ വേറെ പല കാര്യങ്ങൾക്ക് പുറകെ പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരം കിട്ടിയില്ലേ, കുടിച്ചില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നുണ്ടാവില്ല, മേ ബി, എനിക്കറിയില്ല. പക്ഷെ ഞാനിത് സ്ഥിരമായിട്ട് എനിക്ക് രാവിലെ ആയിട്ട് എന്തെങ്കിലും ചൂടുള്ളതൊക്കെ കുടിക്കണം. അപ്പം ഞാൻ ഇതാണ് കുടിക്കണത്. ചായയൊക്കെ കുടി നിർത്തിയിട്ട് കുറേ നാളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ്. അപ്പോൾ ചൂട് തട്ടുകയും എനിക്ക് ആ ഒരു ചൂടിൻ്റെ വെള്ളം കിട്ടുകയും ചെയ്യും. ഇതാകുമ്പോൾ അത്യാവശ്യം ഗുണം കിട്ടും. പിന്നെ ഇത് മാത്രം കുടിച്ചുകൊണ്ട് വേറെ കുറേയൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, ഈ വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റും, അതുപോലെ തന്നെ നമ്മൾ കുറേ വാരി വലിച്ച് കഴിച്ചിട്ട് ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് എനിക്ക് വയറ് കുറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. വാരി വലിച്ച് കഴിക്കുക മീൻസ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കുറേ കാർബോഹൈഡ്രേറ്റും കുറേ കൊഴുപ്പും കുറേ എണ്ണയിൽ പൊരിച്ചത്, കുറേ മധുരമുള്ള ബേക്കറീസ്, ഇതൊക്കെ കഴിച്ചിട്ട് എനിക്കിത് കുറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഞാൻ സ്ഥിരമായിട്ട് ഇത് കുടിച്ചിട്ടുണ്ടായിരുന്നോ, നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടെ. എനിക്കിത് ഭയങ്കര വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഒരു വെയിറ്റ് ലോസിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. പിന്നെ കുറേ പേര് ചോദിക്കും സ്കിൻ കെയർ വീഡിയോസ്, അപ്പം നിർത്തിയെന്നില്ല. ഇല്ല കേട്ടോ, ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ ഓണത്തിൻ്റെ സ്കിൻ കെയർ വീഡിയോസ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. അപ്പോൾ നമുക്കൊന്ന് കുടിക്കാം. അപ്പോൾ ദേ നമ്മൾ കുടിക്കാം കേട്ടോ. ഞാനിത് കുടിക്കണത് രാവിലെ എനിക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വായൊക്കെ കഴുകും. ബ്രഷ് ചെയ്യണം മുന്നേ കുടിക്കാറുണ്ട്. ചിലപ്പോൾ അത് എനിക്ക് എൻ്റെ ഒരു ഇതിനനുസരിച്ച് ചിലപ്പോൾ എനിക്ക് ബ്രഷ് ചെയ്തിട്ട് കുടിക്കാനാവും തോന്നാം, അപ്പോൾ ബ്രഷ് ചെയ്യും. ചിലപ്പോൾ ഞാൻ വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വായമൊക്കെ കഴുകി ഈ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കും, പിന്നെ ബ്രഷ് ചെയ്യും, അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു മൂഡിനനുസരിച്ചിരിക്കും. പിന്നത്തെ കാര്യം, ഇത് ചെറു ചൂടിലാണ് കുടിക്കുക. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി, ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണത് ഒരു 10-11 മണി സമയത്താണ്, പകല് 10:45. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂടാറി ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമാവും ചെയ്തു. ഞാൻ എപ്പോഴും ഒരു വാം വാട്ടറില്ലേ, അതായത് നമുക്ക് കുടിക്കാൻ പറ്റണ സഹിക്കാൻ പറ്റുന്ന ചൂട്, ആ ചൂടിലാണ് കുറേശ്ശായിട്ട് അങ്ങനെ കുടിക്കുക. അതെ, പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രസം കുടിക്കണ പോലെ തോന്നും. ചെറിയൊരു പുളിപ്പുണ്ട്. പിന്നെ ലെമൺ, നിങ്ങൾക്ക് അസിഡിറ്റി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ലെമൺ ഒന്നും അങ്ങനെ കുടിച്ചിട്ടില്ലെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം മതി. എനിക്കിത് നല്ല സ്യൂട്ടായിരുന്നു, വർക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളത് നിങ്ങളുടെ താല്പര്യത്തിന് മാത്രം മതി. പിന്നെ കറിവേപ്പില ഞാൻ പറഞ്ഞ മാതിരി ഞാൻ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കലില്ല. ഞാൻ അന്തിക്കാട് നിന്ന് ഉണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പം ഇല്ല, നമ്മുടെ വീട്ടിലിപ്പോൾ ഇല്ല, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ട് കുറേ ദിവസമൊക്കെ ആയെന്നുണ്ടെങ്കിൽ ഞാൻ ഇടില്ല. അപ്പോൾ ഉള്ളതുപോലെ ഇപ്പം ഉള്ളതുകൊണ്ടാണ് കാണിച്ചത്. ഇതാ ഇങ്ങനെയാണ് കുടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എന്താ പറയുക, മല്ലിയും ജീരകവും എൻ്റെ ഫേസിലെ പിമ്പിൾസിനെ അതിങ്ങനെ ഈ കുടിക്കുന്നതുകൊണ്ടാണോ തോന്നുന്നു ഫേസിൽ. കാരണം ഇത് നല്ലതാണ് സ്കിന്നിൽ, ഇങ്ങനെ പിമ്പിൾസ് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസിന് പ്രിവെൻറ്റ് ചെയ്യാനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടെൻഡൻസി നല്ലോണം കുറവാണ്. പിന്നെ പ്രോപ്പറായിട്ടുള്ള നല്ല സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതല്ല, എൻ്റെ പഴയ വീഡിയോസ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ മിക്ക ഇതിലും കുരുവും പാടൊക്കെ ഇല്ല. എനിക്ക് കമൻറ്റും വരും, നീ നിൻ്റെ കുരു ആദ്യം മാറ്റിയെന്ന് പറഞ്ഞിട്ട് മിക്കൊന്നും കമൻറ്റ് വരാറുണ്ട്. ഇപ്പോൾ ആ കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് നല്ല രീതിക്ക് തന്നെ ഫേസ് ക്ലിയർ ആണ്. ഫേസ് പിമ്പിൾസ് അങ്ങനെ വരുന്നില്ല, വലിയ കുരുക്കളില്ല, അതുപോലെ കുരു വരാകുമ്പോൾ പാടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മല്ലിയും ജീരകവും ഞാൻ പറഞ്ഞാൽ ഞാനത് സ്ഥിരമായിട്ട് കുടിക്കും. കാരണം എനിക്കത് ഓക്കെയാണ്, എനിക്കത് സ്കിന്നിനും കൂടി നല്ലതായതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തു, ഇപ്പോൾ നിർത്താം അങ്ങനെ വിചാരിച്ചിട്ടില്ല. ചിലപ്പോൾ ഇനി നിർത്താം, മേ ബി എനിക്ക് ഞാൻ കുറച്ചാൾ നിർത്തി നോക്കിയിട്ട് എനിക്ക് സ്കിന്നിൽ അങ്ങനെ പിമ്പിൾസ് വീണ്ടും ടെൻഡൻസി ഒക്കെ കുറഞ്ഞെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നിർത്തും. അത് നമ്മുടെ കേട്ടോ, നമ്മുടെ ഇഷ്ടപ്പോൾ ലൈഫിലാവും കുടിക്കണം എന്ന് തോന്നിയാൽ കുടിക്കും. അത് ഇങ്ങനത്തെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഡ്രിങ്ക് കുടിച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്, കുറേ നാളായി സത്യം പറഞ്ഞാൽ. എനിക്ക് സമയം അങ്ങനെ ഇത്ര ഡേറ്റ് അല്ലെങ്കിൽ ഇത്ര മാസം അങ്ങനെ പറയാൻ പറ്റുന്നില്ല, അത്രയധികം നാൾ കുടിച്ചിട്ടുണ്ട്. നല്ലതാണ്. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുക, നമ്മുടെ വെയിറ്റിനെ മാനേജ് ചെയ്യാനും മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അടിവയർ, ഇതെനിക്ക് ഭയങ്കര, എൻ്റെ വയറ് ഭയങ്കര വലുതായിരുന്നു ഡെലിവറിക്ക്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ ഫ്ലാറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റേ സംഭവം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതാണ്, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.
ലവ് യു ഓൾ.